പെബിൾസ് മലയാളം. ഗണപതിയുടെ അപരനാമമാണ് ഏകദന്തൻ. ഒരു കൊമ്പുള്ളവൻ എന്നാണ് അർത്ഥം. പണ്ട് ഒരു കാട്ടിൽ ജമദഗ്നി മുനിയും അദ്ദേഹത്തിന്റെ പത്നി രേണുകയും പുത്രൻ ഭാർഗവനും ജീവിച്ചിരുന്നു. ആ കാട്ടിനടുത്തുള്ള രാജ്യം ഭരിച്ചിരുന്നത് കാർത്തവീരാർജുനൻ എന്ന രാജാവായിരുന്നു. ഒരു ദിവസം കാട്ടിൽ വേട്ടയാടിക്കൊണ്ടിരുന്ന രാജാവിന് വഴിതെറ്റി. നാം എങ്ങനെ തിരിച്ചു പോകും? ആരോടാണ് വഴി ചോദിക്കുക? മഹാരാജാവേ, അതാ അവിടെ ഒരു ആശ്രമം കാണുന്നുണ്ട്. ശരി, നമുക്ക് പോയി നോക്കാം. വന്നാലും മഹാരാജൻ, ആസനസ്ഥനായാലും ഇന്നു രാത്രി ഇവിടെ വിശ്രമിച്ചിട്ട് പോകാം. ശരി, അങ്ങനെയാകട്ടെ. അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആഹാ, എന്ത് സ്വാദിഷ്ടമായ ഭക്ഷണം! കൊട്ടാരത്തിലെ ഭക്ഷണത്തിനേക്കാൾ വളരെയധികം രുചിയുണ്ട്. കാട്ടിലെങ്ങനെയാണ് ഇവർക്ക് ഇത്ര രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ സാധിച്ചത്? മഹാരാജാവേ, കാമധേനു എന്നു പേരുള്ള ഒരു പശുവുണ്ട്. ദൈവത്തിന്റെ വരദാനമായ അത് ഞങ്ങൾ ചോദിക്കുന്നതെന്തും ഞങ്ങൾക്ക് തരും. അതെയോ? അപ്പോൾ അത് ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ പ്രജകൾക്ക് വളരെ സഹായമായിരിക്കും. അതുകൊണ്ട് പശുവിനെ ഞങ്ങൾക്ക് തന്നേക്കൂ. ക്ഷമിക്കണം മഹാരാജൻ, അതെന്റെ മാതാവിനെ പോലെയാണ്. പറ്റില്ലെന്ന് പറയുന്നതിൽ ക്ഷമിക്കണം. അത് ശരി. ആരവിടെ? ഈ പശുവിനെ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. ഇത് നമ്മുടെ ആജ്ഞയാണ്. വിറക് പെറുക്കാനായി പോയ ഭാർഗവൻ തിരിച്ചു വന്ന ഉടനെ നടന്ന സംഭവങ്ങൾ അറിഞ്ഞു. ക്ഷുഭിതനായ ഭാർഗവൻ, പിതാവേ, ഞാൻ നമ്മുടെ കാമധേനുവിനോടൊപ്പം തിരിച്ചു വരാം, അനുഗ്രഹിച്ചാലും. ഭാർഗവൻ രാജകൊട്ടാരത്തിലേക്ക് പോയി. മഹാരാജാവേ, ഞങ്ങളുടെ കാമധേനുവിനെ തിരിച്ചു നൽകിയാലും. എന്ത്? അത് അസാധ്യം. പോകൂ ഇവിടെ നിന്ന്. കാമധേനുവില്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. ആരവിടെ? ഇവനെ ഉടനെ പുറത്താക്കൂ. പക്ഷേ ഭാർഗവൻ രാജാവിനെ വധിച്ചിട്ട് കാമധേനുവിനെ കൊണ്ടുപോയി. പിതാവേ, ഇതാ നമ്മുടെ കാമധേനു. രാജാവിനെ കൊന്ന പാപത്തിൽ നിന്ന് വിമോചിതനാവാൻ നീ ശിവനെ തപസ്സനുഷ്ഠിക്കേണ്ടി വരും. ഘോര തപസ്സനുഷ്ഠിച്ച ഭാർഗവന്റെ ഭക്തിയിൽ പ്രീതനായ ശിവഭഗവാൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷനായി ആയുധ രഹസ്യങ്ങൾ പഠിപ്പിച്ചു. ഭാർഗവ, ഇത് പരശു എന്ന മഴുവാണ്. ഇന്നു മുതൽ നീ പരശുരാമൻ എന്നറിയപ്പെടും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കാർത്തവീരാർജുനന്റെ പുത്രന്മാർ ജമദഗ്നിയെ വധിച്ച് പ്രതികാരം തീർത്തു. ഈ കാര്യമറിഞ്ഞ പരശുരാമൻ അവരെയും നശിപ്പിച്ചു. ഇന്നു മുതൽ ഞാൻ ക്ഷത്രിയ വംശത്തെ മുഴുവൻ നശിപ്പിക്കും. ഇതെന്റെ ശപഥമാണ്. പരശുരാമൻ എല്ലാ ക്ഷത്രിയരെയും വധിച്ചു. ഓരോ തവണ വധിക്കുമ്പോഴും പാപവിമോചിതനാവാനായി പരമശിവനെ പ്രാർത്ഥിച്ചു. ശിവഭഗവാൻ എനിക്ക് തന്ന ഈ മഴു എന്റെ ശപഥം സഫലമാക്കാൻ എന്നെ സഹായിച്ചു. അതുകൊണ്ട് ശിവഭഗവാന് ദർശിച്ച അനുഗ്രഹം വാങ്ങണം. ദിവസങ്ങളോളം കാടുകളും മലകളും നദികളും കടലും കടന്ന് യാത്ര ചെയ്ത് പരശുരാമൻ കൈലാസത്തിൽ എത്തിച്ചേർന്നു. വിഘ്നേശ്വരൻ അവിടെ കൊട്ടാരക്കാവൽക്കാരനായി നിന്നിരുന്നു. പ്രണാമം. പരശുരാമൻ അകത്തു കടക്കാൻ പരിശ്രമിച്ചു. ക്ഷമിച്ചാലും അകത്തേക്ക് പ്രവേശനമില്ല. എന്തുകൊണ്ട്? എനിക്ക് ഭഗവാനെ ദർശിക്കണം. മാതാവും പിതാവും വിശ്രമിക്കുകയാണ്. താങ്കളെ അകത്തേക്ക് അനുവദിക്കാനാവില്ല. ഞാൻ വളരെ ദൂരം യാത്ര ചെയ്തു വന്നതാണ്. അവരെ ഞാൻ ശല്യം ചെയ്യില്ല. എന്നെ അകത്തേക്ക് പോകാൻ അനുവദിക്കണം. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ഗണപതിയുടെ വാക്കുകൾ കേട്ട പരശുരാമൻ ക്ഷുഭിതനായി. ഞാൻ ഭഗവാന്റെ വിശ്വസ്ത ഭക്തനാണ്. എനിക്ക് അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. താങ്കൾ ആരായാലും ശരി, അകത്തേക്ക് പോവാനാവില്ല. പരശുരാമൻ സർവശക്തിയും ഉപയോഗിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷെ ഗണപതി തുമ്പിക്കൈ കൊണ്ട് പുറത്തേക്ക് തള്ളി. താഴെ വീണ പരശുരാമൻ തന്റെ മഴു ഗണപതിയുടെ നേർക്കെറിഞ്ഞു. ഇതെന്റെ പിതാവ് വരമായി തന്നതല്ലേ? ഗണപതി നിശ്ചലനായി നിന്നു. മഴു ഗണപതിയുടെ ഒരു കൊമ്പ് മുറിച്ചു. ഗണപതി ബോധം കെട്ട് വീണു. ശബ്ദം കേട്ട് പുറത്തു വന്ന ശിവനും പാർവതിയും
രക്തക്കറ പുരണ്ട മഴു കണ്ടപ്പോൾ നടന്നതെന്താണ് എന്ന് ഊഹിച്ചു. ഭഗവാനെ, ഞാൻ എന്താണ് ഈ ചെയ്തത്? പരശുരാമൻ കുറ്റബോധത്തോടെ നിന്നു. പരശുരാമ, എന്താണ് ഈ ചെയ്തത്? എന്റെ പുത്രന് താങ്കളെ പരാജയപ്പെടുത്താമായിരുന്നു. പക്ഷേ അവൻ ശാന്തനാണ്. താങ്കൾ അവനെ മുറിവേൽപ്പിച്ചു. താങ്കൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ദേവി, എന്നോട് ക്ഷമിക്കണം. ഞാൻ തെറ്റ് ചെയ്തു പോയി. ശിവഭഗവാൻ ഗണപതിക്ക് ജീവൻ നൽകി ഉയിർപ്പിച്ചു. ഗണപതി ഭഗവാനെ, എന്നോട് ക്ഷമിച്ചാലും. 3 പേരും പരശുരാമനെ അനുഗ്രഹിച്ചു. അന്നു മുതൽ ഗണപതി ഏകദന്തൻ എന്നറിയപ്പെട്ടു. വിനായക ഭഗവാനും ശാന്തമഹിഷിയും. ദേവന്മാർക്കും അസുരന്മാർക്കും വിനായക ഭഗവാന്റെ വീര്യത്തെയും ജ്ഞാനശക്തിയെയും കുറിച്ച് നന്നായി അറിയാമായിരുന്നു. അസുരന്മാർ വിനായക ഭഗവാനെ വധിക്കുവാൻ തീരുമാനമെടുത്തു. അവരിലൊരാളായിരുന്നു ശാന്തമഹിഷി. വിനായകൻ എന്റെ സഹോദരൻ വ്യോമാസുരനെ കൊന്നിരിക്കുന്നു. ഞാൻ വിനായകനെ കൊന്ന് പ്രതികാരം ചെയ്യും. നീ വളരെ സൂക്ഷിച്ചു പ്രവർത്തിക്കണം. വിനായകൻ വളരെ ശക്തിയും ബുദ്ധിയുമുള്ളവനാണ്, ഓർമ്മയിരിക്കട്ടെ. ഞാൻ കുറെ നാളുകളായി വിനായകനെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. നാളെ തന്നെ എന്റെ ആഗ്രഹം ഞാൻ സഫലമാക്കും. സാക്ഷി, ഇന്ദ്രന്റെ പത്നിയോ? ഇവിടെ എങ്ങനെ? മൂഢ, ഞാൻ ശാന്തമഹിഷിയാണ്. ഞാൻ ഈ രൂപത്തിൽ വന്ന എല്ലാവരെയും കബളിപ്പിക്കാൻ പോവുകയാണ്. ആരും എന്നെ സംശയിക്കുകയേയില്ല. ശാന്തമഹിഷി തന്റെ ആഗ്രഹ സാഫല്യത്തിനായി കൈലാസത്തിലെത്തി. അവൾ പാർവതി ദേവിയെ സമീപിച്ചു. ഓ സാക്ഷി, വന്നാലും. നാം കണ്ടിട്ട് ഒരുപാട് നാളുകളായിരിക്കുന്നു. എന്താണ് ആകെ ഒരു പരിഭ്രമം? ദേവി, എന്റെ പതിയായ ഇന്ദ്രനെ കുറെ നാളുകളായി കാണുവാനില്ല. എങ്ങനെ? ഒരുപക്ഷെ അസുരന്മാരെ ഭയന്ന് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാവാം ദേവി. അദ്ദേഹത്തെ കണ്ടുപിടിച്ചു തരാനായി ശിവഭഗവാനോട് അപേക്ഷിക്കുവാനാണ് ഞാനിവിടെ വന്നത്. ദേവി എന്നെ സഹായിച്ചാലും. വിഷമിക്കേണ്ട, നിന്റെ പതി സുരക്ഷിതനായിരിക്കും. നീ വൈകാതെ അദ്ദേഹത്തെ കണ്ടുമുട്ടും. എന്നോടൊപ്പം വരൂ. പാർവതി ദേവി കരുണാമയിയാണ്. ശാന്തമഹിഷിയെക്കുറിച്ച് ദേവിക്ക് സംശയം തോന്നിയതേയില്ല. പാർവതി ദേവി ശാന്തമഹിഷിയെ കൈലാസം ആകെ ചുറ്റിക്കാണിച്ചു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും വിനായകനെ കാണുന്നുണ്ടോ എന്നായിരുന്നു ശാന്തമഹിഷിയുടെ ശ്രദ്ധ. പക്ഷേ വിനായകനെ കണ്ടില്ല. ഇവിടെ അല്പസമയം വിശ്രമിച്ചാലും. വിനായകനെവിടെ? ഞാൻ വന്നതു മുതൽ അവനെ കണ്ടതേയില്ലല്ലോ. ഓ, അവൻ ഇവിടെ എവിടെയെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുകയാവും. ഞാൻ അവനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാം. ശരി, വളരെ നന്നായി. ശാന്തമഹിഷിക്ക് വളരെ സന്തോഷമായി. അവളെ ആരും സംശയിച്ചതേയില്ല. അവളുടെ ചതിപ്രയോഗം അതിന്റെ പാരമ്യത്തിലെത്തിയിരുന്നു. വിനായക ഭഗവാൻ അങ്ങോട്ട് വരുന്നത് കണ്ട ഉടനെ അവളുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. ഹോ, ഇവനൊരു ബാലകനല്ലേ? ഇവനൊരു ശക്തിശാലിയാണെന്ന് എല്ലാ അസുരന്മാരും ഭയപ്പെടുന്നു. ഈ ബാലകനെ ക്ഷണനേരം കൊണ്ട് ഞാൻ നശിപ്പിക്കും. വിനായക, എന്റെ അടുത്ത് വരൂ. നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളുകളായിരിക്കുന്നു. അടുത്ത് വന്ന് എന്നെ ആലിംഗനം ചെയ്താലും. ആ, ഇതിലെന്തോ ചതിയുണ്ടെന്ന് തോന്നുന്നു. വിനായക ഭഗവാൻ സാവധാനം ശാന്തമഹിഷിയുടെ അരികിലേക്ക് നടക്കാൻ ആരംഭിച്ചു. അവൾക്ക് ആഹ്ലാദം അടക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഓരോ ചുവട് വെക്കുമ്പോഴും തന്റെ രൂപം കുറേശ്ശെ കുറേശ്ശെയായി വലുതാക്കിക്കൊണ്ടേയിരുന്നു ഗണപതി. ശാന്തമഹിഷിയെ സമീപിക്കുന്തോറും അദ്ദേഹത്തിന്റെ രൂപം ഭീമാകാരമായിക്കൊണ്ടേയിരുന്നു. എന്താണിത്? ഈ രൂപം ഇത്ര ഭീമാകാരമായിരിക്കുന്നുവല്ലോ. അയ്യോ, ഞാനിപ്പോൾ എന്തു ചെയ്യും? ഇപ്പോൾ എന്തു തോന്നുന്നു? ഞാൻ ബാലകനാണെന്നോ? നീ എന്നെ കൊല്ലാൻ പോവുകയാണോ? വാ, എന്നെ കൊല്ല്. അവൾ തന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് വിനായക ഭഗവാനെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിനായക ഭഗവാൻ അവളോട് കൂടുതൽ അടുത്തു. എന്നെ നിനക്ക് ആലിംഗനം ചെയ്യണമെന്നുണ്ടോ? ശരി,
ഞാൻ നിന്നെ ആലിംഗനം ചെയ്യാം. വിനായക ഭഗവാൻ അവളെ ആലിംഗനം ചെയ്ത് ഞെരിച്ചു കൊന്നു. ആരാണിത്? പുത്ര വിനായക, എന്താണിത്? ആരാണിവൾ? സാക്ഷി എവിടെ? മാതാശ്രീ, വന്നത് ശാന്തമഹിഷിയായിരുന്നു. സാക്ഷിയുടെ രൂപം പൂണ്ട് ഇവിടെ വന്നതാണ്. ഞാൻ അവളുടെ പക്കലേക്കാണോ പുത്ര നിന്നെ അയച്ചത്? വിഷമിക്കേണ്ട മാതാശ്രീ, ഇനി അവൾക്ക് ആരെയും ഉപദ്രവിക്കാൻ കഴിയില്ല. പെബിൾസ് മലയാളം.